എന്തോരം വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുള്ള ആളാണ് ഇതെന്നറിയോ? വേറെ ആരുമല്ല, നമ്മുടെ മയോണൈസ് തന്നെ. എന്തോരം പ്രശ്നങ്ങളല്ലേ ഇതിൻ്റെ പേരിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നേ. പക്ഷേ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടും മയോണൈസ് തയ്യാറാക്കാം. അതുമാത്രമല്ല, നമുക്കിതേ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ കൂടെ പറ്റും. മുട്ട കൊണ്ടൊക്കെ നമ്മൾ മയോണൈസ് ഉണ്ടാക്കുമ്പോൾ ആ ഒരു സമയത്ത് മാത്രമേ നമുക്കത് കഴിക്കാൻ പറ്റൂലേ. പിന്നീടുള്ള സമയത്ത് നമുക്കിത് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ. നിങ്ങൾക്കിത് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നുകൂടെയാണ്. നമ്മളെ ചെയ്തെടുക്കുന്നതേ കോൺഫ്ലോർ വെച്ചിട്ടുള്ള മയോണൈസാണ് കേട്ടോ. നല്ല തിക്കായിട്ട് നല്ല ക്രീമി ആയിട്ട് കിട്ടുന്ന ഒരു മയോണൈസാണ്. കാണാനുള്ള ലുക്ക് മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, പക്ഷേ അല്ല കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കോൺഫ്ലോർ വെച്ചിട്ടുള്ള മയോണൈസ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 5 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലും കോൺഫ്ലോറും മാത്രം നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കുക. പക്ഷേ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഇത് കുറുക്കിയെടുക്കുന്നത്. മറ്റേതുണ്ടല്ലോ, അരക്കപ്പ് പാലിൽ നമ്മൾ 5 ടേബിൾ സ്പൂണൊക്കെ കോൺഫ്ലോർ കുറുക്കിയെടുക്കുമ്പോഴേ പെട്ടെന്ന് അങ്ങ് കുറുകി പോകും. അപ്പോൾ അത് വരാതിരിക്കാനാണ് കുറച്ചുകൂടെ വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പോലെ വേവിച്ച് തന്നെ എടുക്കുന്നത് കേട്ടോ. ഇത് മിക്സ് ആയതിന് ശേഷമാണ് ഞാൻ തീ കത്തിക്കുന്നത്, അത് പ്രത്യേകം പറയാണ്. എന്നിട്ട് നമ്മളതൊന്ന് കുറുക്കിയെടുക്കുക. കുറുക്കി നമ്മൾ നല്ല കട്ടിക്കുള്ള പരുവത്തിലങ്ങി ആക്കി എടുത്താൽ മാത്രം മതി. ഇപ്പോൾ കണ്ടല്ലോ, നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ചൂടാറിയ ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് കുറച്ചധികം ക്വാണ്ടിറ്റിയിലാണ് ചെയ്തതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 4 വെളുത്തുള്ളി ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് പോരായിരുന്നു കേട്ടോ. ഒരു 6 എണ്ണമെങ്കിലും നിങ്ങൾ എടുത്തോളൂ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ശരിക്കും അങ്ങോട്ട് വരിക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ഒരു 1/3 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഐസ് ക്യൂബ് വേണം. 4 5 ഐസ് ക്യൂബ് നിങ്ങൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടിച്ചെടുക്കാം. മയോണൈസിന് ഓയിൽ ആവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മളെ ഈ മിക്സിയിൽ അരച്ചെടുക്കുന്ന സമയത്താണ് ഇതിലേക്ക് ഇങ്ങനെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ മിക്സിയുടെ പ്രത്യേകത അതിൻ്റെ മുകൾ ഭാഗം തുറക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് അടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മുകളിലൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങളെ ഇടയ്ക്കിങ്ങനെ തുറന്നിട്ട് മിക്സിയിലേക്ക് ഇങ്ങനെ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുക്കുക. എന്നിട്ട് ഇടയ്ക്കിങ്ങനെ തുറന്നിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് മൊത്തം 1/2 കപ്പ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നമുക്ക് ഈ ഒരു കൂട്ട് എത്രത്തോളം തിക്കായി വരുന്നോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. എനിക്ക് ഏകദേശം ഒരു 1/2 കപ്പോളം ഒഴിച്ച് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിന് അനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. ഈ ഒരു അളവ് എന്ന് പറഞ്ഞാൽ കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ട്. ഇതിൻ്റെ പകുതിയാക്കി എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 1/4 കപ്പിൽ കൊണ്ട് തന്നെ ഈ ഒരു മയോണൈസ് തയ്യാറാക്കിയെടുക്കാം. നിങ്ങൾക്ക് 1 2 ദിവസത്തിനുള്ളതാണെങ്കിൽ അത്ര മതിയാവും. അതല്ല നിങ്ങൾക്ക് ഒരാഴ്ചക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഇത്രയും ക്വാണ്ടിറ്റിയിലും ചെയ്തെടുക്കാം കേട്ടോ. ഒരാഴ്ച മാത്രമല്ല, 1 2 ആഴ്ച നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒന്നുകൂടെയാണ് കേട്ടോ. നല്ല തിക്കായിട്ടുള്ള ക്രീമി ആയിട്ടുള്ള മയോണൈസാണ് ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. പിന്നെ ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ മലപ്പുറംകാരിയാണ് കേട്ടോ. മലപ്പുറംകാരുടെ ഒരു പ്രത്യേകത എന്താ അറിയോ? ഈ ഴാന്ന് പറഞ്ഞ അക്ഷരം പെട്ടെന്ന് അങ്ങ് നാവിലേക്ക് വരത്തില്ല. അത് നമ്മൾ ശീലിച്ച ഒരു ശീലം കൊണ്ട് വന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ചില റെസിപ്പീസിലൊക്കെ ഈ ഴാന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനതൊരു വിഷയമാക്കി എടുക്കുന്നില്ല കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞു എന്നുള്ളൂ, ഞാൻ ശരിക്കും മലപ്പുറംകാരിയാണ് എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു ഹെൽത്തി മയോണൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അതുപോലെ ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.